ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കഴിഞ്ഞ ലോങ് വീക്കെൻഡ് എൻ്റെ തിങ്സ് ടു ഡു ലിസ്റ്റിൽ ഒന്നായിരുന്നു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ്. അത് ഓർത്തിരുന്നപ്പോൾ ആണ് മറ്റരയ്ക്ക് ഓഫേഴ്സ് നമ്മുടെ യോഗിജിയിൽ. വീടിനടുത്ത് വേറെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ടെങ്കിലും പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, നേരെ യോഗിജിയിലേക്ക് വിട്ടു. ഈ സ്കൈ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ഭംഗിയല്ലേ ഈ സ്കൈയും ക്ലൗഡും കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ന്യൂസിലൻഡിനെ ദ ലാൻഡ് ഓഫ് ദി വൈറ്റ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ യോഗിജി എത്തി. ഇത് ക്രൈസ്റ്റ് ചർച്ചിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ ആണ്. കണ്ടില്ലേ എത്ര പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന്. ഇനി അകത്തേക്ക് പോവാം. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. ഫ്രഷ് കറി ലീവ്സ്, കൊറിയൻഡർ ലീവ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്നാക്സ് സെക്ഷനിലേക്കാണ്. നല്ല ഡിസ്കൗണ്ട്സ് ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടീ റസ്ക്, അതേപോലെ 50-50 ബിസ്ക്കറ്റ് ഒക്കെ 99 സെൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഗുഡ് ഡേ ബിസ്ക്കറ്റ്, അതേപോലെ നാട്ടിൽ കിട്ടുന്ന എല്ലാ കമ്പനി ബിസ്ക്കറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഡിസ്കൗണ്ട്സും ഉണ്ടായിരുന്നു. പിന്നത്തെ നമ്മുടെ കപ്പലിൻ്റെ മിഠായി, എള്ളുണ്ടയൊക്കെ നല്ല ഡിസ്കൗണ്ടിലുണ്ടായിരുന്നു. പൊരിപ്പ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ എന്തെല്ലാം. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കേരള സ്നാക്സ് സെക്ഷനിലേക്ക് പോയി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബനാന ചിപ്സ്. പക്ഷേ ഇത് ഫുൾ സ്നാക്സ് ഏരിയ ആണേ. നോർത്ത് ഇന്ത്യൻ, കേരള, തമിഴ്നാടു, ശ്രീലങ്കൻ അങ്ങനെയുള്ള എല്ലാ പ്ലേസസിലെ സ്നാക്സും അവൈലബിൾ ആണ്. ഇത് ഫുള്ളായി വീട്ടിൽ കൊണ്ടുപോയാൽ എന്താന്ന് വരെ തോന്നിപ്പോകും കേട്ടോ. ഞങ്ങൾ നോക്കി നടന്നത് കേരള മിക്സ്ചർ ആയിരുന്നു. അതും അവൈലബിൾ ആയിരുന്നു. അതും ഡിഫറെൻറ്റ് സ്പൈസ് ലെവലിൽ. അങ്ങനെ ആവശ്യത്തിന് വേണ്ട സ്നാക്സ് എടുത്തിട്ട് നെക്സ്റ്റ് കണ്ടത് സ്റ്റീൽ പാത്രങ്ങളായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റീൽ പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ്. അടുത്തത് ഞങ്ങൾക്ക് വാങ്ങേണ്ട ഒരു ഐറ്റം ആയിരുന്നു നമ്മുടെ കേരള റൈസ്. അത്യാവശ്യം മിക്ക ബ്രാൻഡ് റൈസും അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഇവിടെ ദോശ, ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കാൻ പറ്റിയ ഇഡ്ഡലി റൈസ്, വീറ്റ് ഫ്ലവർ, പിന്നെ ബസ്മതി, കൈമ റൈസ് ഒക്കെ അവൈലബിൾ ആണ്. മറ്റരയ്ക്ക് ഓഫറിന്റെ ഭാഗമായി കാഷ്യൂസിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 1 കിലോ കാഷ്യൂ $10 ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം എടുത്ത് ഞങ്ങൾ അടുത്ത് പോയത് പയർവർഗ്ഗങ്ങളുടെ സെക്ഷനിലേക്കായിരുന്നു. അവിടുന്ന് എടുക്കേണ്ടതൊക്കെ എടുത്തു. കണ്ടു ഡിഫറെന്റ് കമ്പനിയുടെ ഗീ. ഇനി ഇത് ശ്രീലങ്കൻ ഫുഡ് ഐറ്റംസ് ആണ്. ഇവിടെ മുന്നേ നമ്മുടെ ഉണക്കമീൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ അതില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഒത്തിരി വെറൈറ്റി അച്ചാറുകൾ ഉണ്ടായിരുന്നു. ഇതാണ് ഫ്രോസൺ ഫുഡിന്റെ ഏരിയ. നോർത്ത് ഇന്ത്യൻ ഫുഡ്സ്, നമ്മുടെ കേരള ഫുഡ്സ്, കേരള വെജിറ്റബിൾസ്, നമ്മുടെ പച്ചമുളക്, പാവയ്ക്ക, കോക്കനട്ട് സ്ലൈസസ്, ഗ്രേറ്റഡ് കോക്കനട്ട്, അവിയൽ മിക്സ്, സാമ്പാർ മിക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഒരു പാക്കറ്റ് പഴംപൊരിയാണ് ഇവിടെ നിന്ന് എടുത്തത്. ഇത് നമ്മുടെ ഇന്ത്യൻ കോസ്മെറ്റിക്സ് ഏരിയ ആണ്. ഹെന്ന പൗഡർ, മുൾട്ടാനി മിറ്റി, ഒത്തിരി ഡിഫറെൻറ്റ് ഫേസ് പാക്സ്, ഹെയർ ഡൈ, ആയുർവേദിക് മെഡിസിൻസ്, ഓയിൽസ്, ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്. കണ്ടില്ലേ മെഡിസിൻസ് ഒക്കെ. ഇനിയോ ഇതൊക്കെ പൂജ ഐറ്റംസ് കിട്ടുന്ന സെക്ഷനാണ്. അങ്ങനെ വേണ്ടുന്നതൊക്കെ വാങ്ങി ബിൽ പേ ചെയ്യാനുള്ള ക്യൂ നിൽക്കുമ്പോൾ കണ്ടോ കണ്ണാടിക്കൂട്ടിൽ സ്വീറ്റ്സ്. ബില്ല് പേ ചെയ്ത് കാറിൽ സാധനങ്ങളും വെച്ചിട്ട് ട്രോളി തിരിച്ചു വെക്കേണ്ട സ്ഥാനത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്